ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേറിട്ട രുചിയിലേക്ക് സ്വാഗതം. ചായക്കടയിലൊക്കെ ചില്ലുകൂട്ടിൽ ഒട്ടും ഡിമാൻഡ് കുറയാതെ എപ്പോഴും കാണപ്പെടുന്ന ഒരു പലഹാരമാണ് വെട്ടുകേക്ക്. വളരെ ഈസിയായി വെട്ടുകേക്ക് ഉണ്ടാക്കിയെടുക്കാം. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വളരെ പെർഫെക്റ്റോട് കൂടി തന്നെ വെട്ടുകേക്ക് ഉണ്ടാക്കിയെടുക്കാം. വെട്ടുകേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 250 ml മെഷറിംഗ് കപ്പിൽ 3 കപ്പ് മൈദമാവാണ് എടുക്കുന്നത്. അരക്കപ്പ് മൈദമാവ് കൂടി എടുത്ത് മാറ്റി വയ്ക്കാം. മാവിൻ്റെ അളവ് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. എടുക്കുന്ന മുട്ടയുടെയും പഞ്ചസാരയുടെയും അളവിനനുസരിച്ചാണ് മാവും എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ കുഴച്ച് നോക്കിയതിന് ശേഷം എത്രത്തോളം മാവ് വേണമെന്ന് അപ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതൽ പെർഫെക്റ്റോട് കൂടി വെട്ടുകേക്ക് കിട്ടിയത് ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കുമ്പോഴാണ്. ഈ ബേക്കിംഗ് പൗഡറിൻ്റെ അളവ് ഒട്ടും കൂടാൻ പാടില്ല. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. എങ്കിലും 3 കപ്പ് മാവിന് ഈ മുക്കാൽ കപ്പ് പഞ്ചസാര പെർഫെക്റ്റ് ആണ്. ഞാൻ 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തൊലി മാറ്റിയതിന് ശേഷം പൊടിക്കാനുള്ള പഞ്ചസാരയിൽ കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 3-4 തുള്ളി വാനില എസൻസ് ചേർക്കുന്നുണ്ട്. മുട്ടയുടെ മണം മാറുന്നതിനാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വെട്ടുകേക്കിന് ഒരു മഞ്ഞ നിറം കിട്ടുന്നതിന് വേണ്ടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പെർമിസിബിളായ ഫുഡ് കളർ വേണമെങ്കിലും ചേർക്കാം. ഇതൊന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിലും വെട്ടുകേക്കിന് യാതൊരു കുഴപ്പമില്ല, അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സ് നേരത്തെ എടുത്തു വെച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ മുട്ടയുടെയും പഞ്ചസാരയുടെയും അളവിനനുസരിച്ചാണ് മാവും ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്പാച്ചില ഉപയോഗിച്ച് നന്നായി പഠിച്ചതിന് ശേഷം ഇത് മുഴുവനായും ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർക്കാം. ഞാനിത് ആദ്യമേ ചേർക്കാൻ മറന്നുപോയി, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഈ റവ ചേർക്കുമ്പോഴാണ് മാവിന് നല്ലൊരു മുറുക്കം കിട്ടുന്നത്. നന്നായി കുഴച്ചെടുക്കുമ്പോഴാണ് വെട്ടുകേക്ക് നല്ല പെർഫെക്റ്റോട് കൂടി കിട്ടുന്നത്. നല്ല ടൈറ്റ് ആയി മാവ് കിട്ടണം. ഒരു 5 മിനിറ്റ് ടൈം എടുത്ത് തന്നെ ഇത് കുഴച്ചെടുക്കണം. ഇതേപോലെ നന്നായി പ്രസ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി. മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ഒട്ടുന്ന പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. നേരത്തെ എടുത്തു വെച്ച മാവ് ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട. അതിൽ നിന്ന് ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് നോക്കാം. ഇപ്പോൾ ടൈറ്റായി കിട്ടുന്നുണ്ടെങ്കിൽ അത് മതി. അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഇപ്പോഴും മാവ് കയ്യിൽ ഒട്ടുന്ന ഒരു പരുവാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാവ് കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കി വന്ന മാവ് മാറ്റി വെച്ചതിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം.
ഇപ്പോൾ നന്നായി മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3 കപ്പും 2 ടേബിൾ സ്പൂണുമാണ് നമുക്ക് വേണ്ടി വന്നത്. ഇപ്പോൾ കൈ മുഴുവൻ ഒട്ടുന്നുണ്ട്. ഞാൻ കൈയൊക്കെ ഒന്ന് നന്നായി കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം എണ്ണ തടവി കൊടുക്കാം. മാവ് ഡ്രൈ ആവാതിരിക്കുന്നതിന് വേണ്ടിയാണ് എണ്ണ തടവി കൊടുക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. 3 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ് നല്ലത്. ഇനി ഒരു 3 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം. ഇനി ഇത് സിലിണ്ടറിൻ്റെ രൂപത്തിൽ ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ രൂപത്തിൽ നന്നായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഈ മാവ് കളയൊന്നും വേണ്ട, ലാസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഏകദേശം ഒരേ അളവിന് മുറിച്ചെടുത്താൽ മതി. ഒരുപാട് കട്ടി വേണമെന്നില്ല. ഒരു മിനിമം കട്ടിക്ക് മുറിച്ചെടുത്താൽ മതി. ഒരുപാട് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ വറുത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ ഉൾഭാഗം നന്നായി വെന്ത് കിട്ടണമെന്നില്ല. ഈ ഒരു അളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെട്ടിട്ട് കൊടുക്കാം. ഒരു 4ആയിട്ട് കട്ട് ചെയ്യാം. 1/4 ഭാഗം മാത്രമേ വെട്ടിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് എണ്ണയിലിടുന്ന സമയത്ത് സ്പ്ലിറ്റായി പോവും. ഞാനിത് 4ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. മുഴുവൻ ഇതേപോലെ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. ചുവട് കട്ടിയുള്ള പാത്രത്തിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്ത് കോരിയെടുക്കാൻ. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. മാത്രമല്ല അകം വേവുകയില്ല. ചീനച്ചട്ടിയുടെ വിസ്താരത്തിനനുസരിച്ച് 3-4 ചേർത്ത് വറുത്ത് കോരി എടുത്താൽ മതി. ഒരുമിച്ചിട്ട് കൊടുക്കരുത്. ഒരുമിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ വെട്ടുകൾക്ക് എണ്ണയിൽ നിന്ന് വിടർന്നു വരുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിച്ച് പോവും. അപ്പോൾ മുകളിലേക്ക് നന്നായി വിടർന്നു വരാനും കഴിയില്ല. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും വെട്ടുകേക്ക് നന്നായി വിടർന്നു വന്നിട്ടുണ്ട്. വെട്ടുകേക്കെല്ലാം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയെല്ലാം ഞാനിതുപോലെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഈ വെട്ടുകേക്കിൽ ഒരല്പം എണ്ണ പോലും ഇല്ല. നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകം നന്നായി വെന്തിട്ടുണ്ട്. പുറം നല്ല മുരുമുരിപ്പോട് കൂടിയാണ് ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ഇടാനും മറക്കരുത്. മറ്റൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം.